അതെ, ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? നമ്മൾ 1-2 ദിവസമായിട്ട് പാലക്കാട് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. പോണ്ടേ ഇവിടുന്ന്. ഇനി പാലക്കാടത്തെ വിശേഷങ്ങൾ തീരുന്നില്ലല്ലോ. ഇന്നിപ്പോ ഒറ്റപ്പാലത്ത് വന്നിട്ടുണ്ട്. ഒറ്റപ്പാലത്ത് ആരാളെ? ഈ ഒറ്റപ്പാലത്തിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഈ യാത്രയിലൊക്കെ കണ്ടത് രാഷ്ട്രീയക്കാരെ കണ്ടു, ബിസിനസ്മാനെ കണ്ടു, സിനിമ സീരിയൽ താരങ്ങളെ കണ്ടു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു NDA സ്ഥാനാർത്ഥിയാണ്. മാത്രമല്ല അതൊരു പട്ടാളക്കാരൻ കൂടിയാണ്. അപ്പോ കൂടുതൽ വിശദീകരിക്കുന്നില്ല, മേജർ രവിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സോ വെൽക്കം ടു ജെൻസി മാനിഫെസ്റ്റോ. സാർ, അങ്ങനെ മിഷൻ ഒറ്റപ്പാലം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? വെടിയും പുകയും മിസൈൽ എല്ലാം ഉണ്ടോ? അടിപൊളി. മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. വെടി വേണം, പുക വേണം, ശബ്ദം വേണം, എല്ലാം വേണം. അപ്പൊ അത് ഉണ്ട് ഇവിടെ. ബിക്കോസ് ഇവിടെ ആരും എക്സ്പെക്ട് ചെയ്യാത്തതാണ്. ലെഫ്റ്റിന്റെ കോട്ട എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ ഈ പട്ടാളക്കാരനായതുകൊണ്ട് ഒരു മിഷൻ ചെയ്യുന്ന സമയത്ത് കോട്ട തകർക്കുക, എന്നിട്ട് ആളെ പിടിക്കുക എന്നുള്ളത്. അപ്പൊ അതിൽ ഐ ടേക്ക് ദ ചാലഞ്ച്. ബിക്കോസ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പൊസിഷൻ 3rd പൊസിഷനിലാണ്. അത് ക്യാമ്പയിൻ തുടങ്ങുന്നതിന് മുന്നേ. ഇപ്പൊ ഏകദേശം ഞാൻ 2-ലോ 1-ലോ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മേജർ രവി, അപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരന്റെ ആത്മവിശ്വാസമാണോ അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരന്റെ ആത്മധൈര്യമാണോ സാർ ഇതിൽ കാണിക്കാൻ പോകുന്നത്? ഒരു പട്ടാളക്കാരൻ്റെ ആത്മധൈര്യവും ആത്മവിശ്വാസവും ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ബിക്കോസ് ആത്മധൈര്യം എന്ന് പറയുന്ന നമുക്ക് ആ വിശ്വാസം, നമ്മളിലുള്ള വിശ്വാസം ഉണ്ടല്ലോ. യെസ് മാൻ, ഐ ക്യാൻ ഡു ഇറ്റ്. ഇത് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അടുത്തെടുക്കാൻ പറയും. നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളുടെ കണ്ണിൽ തന്നെ നോക്കി 10 സെക്കൻഡ് നിന്നു കഴിഞ്ഞാൽ, എന്നിട്ട് യു ജസ്റ്റ് സീ യുവർ സെൽഫ്, ഐ ആം ദ ബെസ്റ്റ് മാൻ. ദെൻ യു ഗെറ്റ് ഔട്ട്. ഹിസ് കോൺഫിഡൻസ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. സോ യു ആർ ടെലിങ് യുവർ മൈൻഡ്. 3 Idiots എന്നുള്ള പടത്തിനകത്ത് അത് കറക്റ്റാണ്. ആമിർ ഖാൻ പറഞ്ഞത് ഓൾ ഗുഡ്, ഓൾ ഗുഡ്, ഓൾ ഗുഡ്. സോ വി ആർ ദ പവർഫുൾ പേഴ്സൺ എന്നുള്ളതിന് മുകളിൽ എനിക്കെൻ്റെ ആത്മവിശ്വാസമുണ്ട്, ആത്മധൈര്യമുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത് എല്ലാവരും ഇങ്ങനെ ഒരു കോട്ടയിൽ വരുന്ന സമയത്ത് ഹൗ ഡു യു ഫീൽ എന്ന് ചോദിച്ചു. ഞാൻ പറയും, യെസ്, ആസ് എ മിലിറ്ററി മാൻ ഐ ലൈക്ക് ടു ഫേസ് ദ സ്ട്രോങ്ങസ്റ്റ് എനിമീസ്. ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള എനിമീസ് എന്ന് പറയുന്നത് പഞ്ചാബ് ടെററിസ്റ്റ്, കാശ്മീർ ടെററിസ്റ്റ്, LTT. ദെൻ വി ഗ്രേഡ് ദം. അതിൽ മോസ്റ്റ് വീക്കസ്റ്റ് ടെററിസ്റ്റ് എന്ന് പറയുന്നത് കാശ്മീരാണ്. അവർ പെട്ടെന്ന് സറണ്ടർ ചെയ്തിടാം. പഞ്ചാബ് and he also will be fighting like that because he will not back out. അതെന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ചുണ്ടിനടിയിൽ വെച്ചിരിക്കുന്ന OPM ആയിരിക്കാം. ബട്ട് അതർവൈസ് ഓൾസോ സർദാർസ് ആർ മോർ, അവർക്ക് ആ ഒരു ഫീൽ ഉള്ളവരാണ്. കൂട്ടത്തിൽ ഈ OPM കൂടെ ചെല്ലുന്ന സമയത്ത് മുമ്പരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വെടിവെച്ച ഒരു ചാവുന്നവരെ വെടിച്ചുകൊണ്ടിരിക്കും. കാശ്മീരിലാണെങ്കിൽ വെടിവെച്ച ഒരു സ്കോണറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, साहब जी अल्लाह की कसम हमने कुछ नहीं किया, हमारे पास कुछ नहीं है, that's all, they just surrender. LTT, they are very afraid to get captured. അപ്പം എന്താ വെച്ചാൽ ആ സമയത്ത് they will shoot themselves. അങ്ങനെയുണ്ട്. നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ ഫൈറ്റ് ചെയ്യും, നന്നായി ഫൈറ്റ് ചെയ്തത്. ആഫ്റ്റർ ഓൾ ദാറ്റ് സൗത്ത് ഇന്ത്യൻ ബ്ലഡ്, they will fight and end of the day if they feel that ഇനി എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, ഇവന്മാർ പിടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they will consume cyanide. Why? Because they cannot take the torture. അതുകൊണ്ടാണ് ആ ഒരു ഫിയറിലാണ് അവർ ഇതാവുന്നത്. അപ്പോൾ ഒറ്റപ്പാലത്ത് എനിക്കിതെല്ലാം ഉണ്ട്. ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിനകത്തുള്ള ആ ഒരു വാശിയുണ്ടല്ലോ, ഐ ഗോട്ട് വിൻ മാൻ. അത് ആ വിന്നെന്ന് പറയുന്നത് വെറുതെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമായില്ല. സോ ഞാൻ എൻ്റെ അണ്ടർഗ്രൗണ്ടിലെ കളികളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെ എന്തൊക്കെയാണ് ഡിപ്ലോമാറ്റിക്കലും പൊളിറ്റിക്കലും ഇതെല്ലാം നടത്തിക്കൊണ്ട് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് I get the feedback saying that, no man, you are on the fray. അതിപ്പോൾ കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് പീപ്പിൾ സ്റ്റാർട്ടഡ് ടോക്കിംഗ്, ഓ മേജർ രവി, മേജർ രവിയെ മറ്റിച്ചറിയാം, പക്ഷെ നൗ ദേശയ്ക്ക് യെസ് ദിസ് ഗൈ ഇസ് ഗുഡ്. അതെനിക്ക് ജാതി മതഭേദമന്യേ ആ റിയാക്ഷൻ കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്നെ പറയായിരുന്നു വർഗീയവാദി, ഹിന്ദു തീവ്രവാദി എന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ നോക്കുന്ന, ഞാൻ ഈദ് പാർട്ടിക്ക് പോയി കഴിഞ്ഞാലും അവരൊക്കെ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചങ്കാണ് കേട്ടോ, നിങ്ങൾ ഞങ്ങളുടെ മുത്താണ് കേട്ടോ എന്ന് പറയുമ്പോൾ അത് മനസ്സെന്ന് പറയുന്നതാണ്. ഐ എം നോട്ട് ഷുവർ വെദർ ഇറ്റ് വിൽ ബി കൺവേർട്ടിംഗ് ഇൻ ടു ദ വോട്ട് ഓർ നോട്ട്, ബട്ട് അറ്റ്ലീസ്റ്റ് പീപ്പിൾ ആർ റിസീവിംഗ് മീ വിത്ത് ദാറ്റ് വാംത്ത് ആൻഡ് ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. മൈ കോൺഫിഡൻസ് അല്ല, സെലിബ്രിറ്റി സ്റ്റാറ്റസ് എൻ്റെ ഒരു സിനിമക്കാരനായിട്ടല്ല അവിടെ ജനങ്ങൾ കാണുന്നത്. ഐ എം നോട്ട് ദാറ്റ് ഗ്രേറ്റ് ആക്ടർ, ഗ്രേറ്റ് ഡയറക്ടർ എന്നുള്ള. ഞാൻ ചെയ്ത പടങ്ങൾ ഓക്കെ ഹിറ്റൊക്കെ ആയിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ട്.
ബട്ട് ദേ ആർ സീയിങ് എ ഹ്യൂമൻ ബീങ്. എന്നിലുള്ള ഒരു മനുഷ്യത്വം എന്നുള്ളത് നമ്മൾ പബ്ലിഷ് ചെയ്യാതെ തന്നെ അറിയുന്നുണ്ട് ആളുകൾ. എനിക്കറിയില്ല അത്, ഞാൻ തന്നെ താൻ പബ്ലിഷ് ചെയ്യാറില്ല അത്. പക്ഷെ പലയിടത്തും ഇപ്പോൾ വെള്ളപ്പൊക്കത്തിൽ ഞാൻ ചാടിയതും ഞാൻ എടുത്തിട്ട് വെള്ളത്തിൽ ചാടി, ബിക്കോസ് ഐ എം എ ഗുഡ് സ്വിമ്മർ. അത് ഒരു പെൺകുട്ടീനെ, ഗർഭിണിയായ പെൺകുട്ടിയെ സേവ് ചെയ്യാൻ വേണ്ടി അവിടുന്ന് അസീസ് എന്ന് പറയുന്ന പയ്യൻ വന്ന് പറഞ്ഞപ്പം ഞാനെടുത്ത് വെള്ളത്തിൽ ചാടി, അവനും ചാടി കൂട്ടത്തിൽ. ഞങ്ങൾ രണ്ടും കൂടെ ആ പെൺകുട്ടീനെ രക്ഷപ്പെടുത്തിയതിന് ശേഷം അവരെ കൊണ്ടൊരു പള്ളിയിലാണ് നമ്മൾ താമസിപ്പിക്കുന്നത്, പള്ളിയുടെ ഫസ്റ്റ് ഫ്ലോറിൽ. ഇത് കഴിഞ്ഞിട്ട് ഞാനും ഇവനും കൂടെ ഉണ്ടായിരുന്ന ഒരു 5-6 ചെറുപ്പക്കാരും കൂടെ വി വർക്ക് ഫോർ 3 days ഇന്ന് വെള്ളപ്പൊക്കത്തിൽ 200 ഫാമിലീസിനെ ഞങ്ങൾ രക്ഷപ്പെടുത്തി. അവിടെ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ എവിടുന്നൊക്കെയോ സാധനങ്ങൾ വരികയാണ്. ബോട്ട് വരാത്തടത്തുണ്ട് ഒരു ബോട്ട് വരണം, അവനെ കയറിയിട്ട് നമ്മൾ കിഡ്നാപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് അവനിൽ കൂടെ നമ്മൾ റെസ്ക്യൂ ചെയ്യണം. അപ്പോൾ ഈ 200-ൽ 199 ഫാമിലീസും മുസ്ലിംസ് ആയിരുന്നു. അതോടെ എൻ്റെ വർഗീയവാദി എന്നുള്ള പേരങ്ങ് മാറിക്കിട്ട് അവിടെ എൻ്റെ മനുഷ്യത്വമാണ് അവിടെ വരുന്നത്. പലരും നിങ്ങൾ എന്നെ സ്റ്റാമ്പ് അടിക്കണം, അത് ലെഫ്റ്റിൻ്റെയും റൈറ്റിൻ്റെ ഒരു രീതിയാണ്. വർഗീയവാദം തലയിലിടാൻ പറ്റുന്ന ബെസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വർഗീയവാദിയാണ്. ഞങ്ങൾ മാത്രം മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കും. ഇവരാണ് ഈ ക്രിയേഷൻ മുഴുവൻ ഉണ്ടാക്കുന്നത്, അവരാണ് ഈ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത്. തിരുനാമായ ഇഷ്യൂ എന്തിനാ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് അവർ പറഞ്ഞതല്ലത്, മലപ്പുറത്താണ് നടക്കുന്നത്, അവിടെ കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാവും. എന്തുണ്ടായത് അവിടെ? ഓരോ ദിവസം ലക്ഷങ്ങളാണ് പോയത്. ഇവരെ സഹായിച്ച ആരാണ്? അവിടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് മുസ്ലിംസാണ് ഇവരെ സഹായിച്ചും ഹെൽപ്പ് ചെയ്തതും. സോ നിങ്ങളാണ് ഉണ്ടാക്കുന്നത് രാഷ്ട്രീയ പാർട്ടിക്കാർ, അതായത് ഞങ്ങൾ BJP-ക്കാരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അതല്ല. സോ ഐ എം എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. അത് അക്സെപ്റ്റ് ചെയ്യേ, പറ യെസ്. സാറ് ഞങ്ങളിപ്പോ ഒരുപാട് നേതാക്കന്മാരെ കണ്ടത്, അപ്പൊ എല്ലാവരും ഈ ഇലക്ഷൻ സമയത്ത് സത്യം പറഞ്ഞാൽ നല്ല സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ സാറിന്റെ ഉള്ളിലൊരു സ്ട്രെസ് ഉണ്ടെങ്കിലും പുറമേ അത് കാണുന്നില്ല. പുള്ളി നല്ല എൻജോയ് ചെയ്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് തോന്നുന്നത്, നല്ല വൈബുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള സാറിന്, ഞാൻ വരുന്നതിന് മുമ്പ് സാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വെള്ളപ്പൊക്കത്തിന്റെ കാര്യം പറഞ്ഞ പുറത്തെ കാര്യമാണ്, ഈ ഒറ്റപ്പാലത്തിന്റെ പ്രധാന ഈ വെള്ളത്തിന്റെ ഒരു പ്രശ്നം ഒറ്റപ്പാലത്ത് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ മേജർ രവി ഒരു പക്ഷേ ജയിച്ചാൽ ഒറ്റപ്പാലത്തിന് എന്താണ് ഗുണം? മേജർ രവി ഒരു പക്ഷേ ജയിച്ചാൽ നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാനും അങ്ങനെ പറയാം, ഒരു പക്ഷേ ജയിച്ചാൽ ഒറ്റപ്പാലത്തിന്റെ ചങ്ക് ബ്രോയാവോ മേജർ രവി? വെള്ളത്തിന്റെ പ്രശ്നം ഒറ്റപ്പാലത്തേർക്കുണ്ട്, പക്ഷെ വെള്ളം ഇവിടെ ഉണ്ട്. ഇതാരും കറക്റ്റ് ചാനലൈസ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഈ സ്റ്റഡി ചെയ്ത് നോക്കുന്ന സമയത്ത് മായന്നൂർ പാലത്തിന്റെ താഴത്തുനിന്ന് അങ്ങ് കിഴക്കോട്ട് നോക്കിയാലും വടക്കോട്ട് നോക്കി പടിഞ്ഞാട്ട് നോക്കിയാലും വെള്ളമില്ല. അപ്പം എന്താണ്, ലക്കിടിയിലൊരു തടയണ കിടപ്പുണ്ട്, അത് അവിടെ പിടിച്ചു വെച്ചു. അപ്പോൾ ആ ഏരിയക്കായി ഇവിടെയുള്ള തടയണമെന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരെയാണത്. അപ്പോൾ ഈ ഗ്യാപ്പിലേക്കുള്ള വെള്ളമില്ല. അപ്പം ഞാൻ ഇവിടെ ഐവർ മഠത്തിൻ്റെ ഒക്കെ കുറച്ച് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഒരു തടയണ വെച്ച് കഴിഞ്ഞാൽ ഇത് വേനൽക്കാലത്തുള്ള വെള്ളം പിടിച്ചു വെക്കാനല്ല, ഈ മഴ പെയ്യുമ്പോൾ ഓവർഫ്ലോ വരുന്ന സമയത്ത് അവൻ അവിടെ ലോക്കായി. അപ്പോൾ ആ വെള്ളം ഭൂമിയിലോട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ താന്നുകൊണ്ടിരിക്കും, ബാക്കിയുള്ള ഓവർഫ്ലോ പോയിക്കൊണ്ടിരിക്കും. പുഴയ്ക്ക് യാതൊരു പ്രശ്നം വരുന്നില്ല. അത് ഓൾറെഡി ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് അറിയാത്തൊരു പ്രശ്നമുണ്ട്, ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ ഒരു മഹത്വം എന്താണെന്നുള്ളത്. നമ്മളൊക്കെ വിചാരിക്കും വീട്ടിൻ്റെ മുകളിൽ ആ വെള്ളം വരുന്ന ഒരു പാത്തിക്കൂടത്ത് കിണറ്റിലേക്ക് ഒഴുകും. കിണറ്റിലേക്കല്ല അത്. ഇത് ആക്ച്വലി അതിനൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന് കുറച്ച് പൈസ ചിലവാകും, പക്ഷെ അതിൽ കൂടെ അത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏരിയയിലുള്ള ഗ്രൗണ്ട് വാട്ടറാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്, അതവിടെ കിടക്കും. അത് എന്നിട്ട് ഈ കിണറ്റിലെ വെള്ളം പറ്റില്ല അങ്ങനെ. അപ്പോൾ ഈ സിസ്റ്റം നമ്മൾ ഓരോരുത്തരുടെ വീടുകളിലും പറഞ്ഞു വെച്ച് ഇനിയിപ്പോൾ ഇവരെ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് കുറച്ച് പണിയായിരിക്കും, എല്ലാവരും മടിക്കും. പക്ഷേ ഇനി വരുന്ന വീടുകൾ പെർമിഷനായിട്ട് വരുമല്ലോ, അപ്പോൾ ഇതുണ്ടായിട്ട് മതി പെർമിഷൻ കൊടുക്കുക. എത്രയോ കുളങ്ങൾ ഇവിടെ അൺനോട്ടീസ്ഡ് ആയിട്ട് കിടക്കുന്നു. ഇവനൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വാട്ടർ സ്റ്റോറേജ് വരും. രണ്ടാമത്, ഇവിടുത്തെ കനാലുകൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, എല്ലാം കാട് പിടിച്ച് കിടക്കുന്നു. ഒരു ഡാമിൽ നിന്ന് അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വെള്ളം വരുന്ന സമയത്ത് 5 കിലോമീറ്റർ വരുമ്പോഴത്തേക്കും ഈ 5 കിലോമീറ്ററിൽ ഇവിടെ എത്തേണ്ട 1000 ലിറ്റർ അല്ലെങ്കിൽ 1,00,000 ലിറ്റർ ഇവിടെ എത്തണമെങ്കിൽ അവിടെ നിന്ന് പോന്നിട്ടുണ്ടെങ്കിൽ അത് എത്തുന്നില്ല, വെറും 10 ലിറ്റർ എത്തുന്നത്. കാരണം എന്താ പറയുക, ഇതിനകത്ത് മുഴുവൻ കാട് പിടിച്ച് ഈ ചെടികൾ ഇതെല്ലാം വലിച്ചുകൊണ്ടിരിക്കുകയാണ്, വെള്ളം അങ്ങോട്ട് എത്തുന്നില്ല. അപ്പം ഞാൻ ഈ കനാലങ്ങ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം എത്തേണ്ടടുത്ത് അവിടെ എത്തും. എല്ലാ കനാലിൻ്റെ അവസ്ഥ അതാണ്. പ്ലസ് അത് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ആ ഏരിയയിലുള്ള കുട്ടികൾക്കും ജനങ്ങൾക്കും അത് കാണാൻ തന്നെ ഒരു രസമാണ്. കനാൽ കൂടെ വെള്ളം വരുന്നു, പിള്ളേർ. ഞാൻ കുട്ടിക്കാലത്ത് ഈ മാങ്കുറിശ്ശേരിയിലൊക്കെ കനാൽ വെള്ളം വരാൻ വേണ്ടി കാത്തിരിക്കും, ആ ചാടി കളിക്കാനും ഇതിനൊക്കെ ആയിട്ട്. അത് ഇന്നത് കാണുന്നില്ല. ഒരു കുട്ടികളും കനാൽ കുളിക്കുന്ന കനാൽ സേഫാണ്, അധികം വെള്ളം ഉണ്ടാവില്ല. മാക്സിമം 3-4 അടിക്ക് വെള്ളം ഇങ്ങനെ പോകും, കുട്ടികൾക്ക് കളിക്കാനും പറ്റും. അത് ക്ലീനിങ് എൻ്റെ ഒരു ടാർഗറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വേലിയുടെ മുകളിലൊരു ബോർഡ് കണ്ടു, സാറേ ഞങ്ങൾക്ക് കളിക്കാൻ സ്ഥലമില്ല. അത് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ളൊരു പിള്ളേരെ പണിയാൻ തോന്നുന്നല്ലേ? സാറേ ഞങ്ങൾക്ക് കളിക്കാൻ സ്ഥലമില്ല. എന്താ കളിക്കാൻ സ്ഥലമില്ലാത്ത?
പണ്ടൊക്കെ സ്കൂളുകളിൽ, ഗവൺമെൻറ് സ്കൂളുകൾക്കൊന്നും മതിലില്ല, ഗേറ്റും ഇല്ല. ഇന്ന് ഇവർ മുഴുവൻ മതിൽ കെട്ടി ഗേറ്റ് ഇട്ടിട്ട് പൂട്ടിയിട്ട് അങ്ങ് പോവാണ്. എന്താ അതിനകത്തുള്ള ഓക്കെ പ്രാവശ്യം വല്ല കമ്പ്യൂട്ടർ കക്കാൻ പോകുന്ന ഈ മതിൽ കാട്ടിയിട്ട് പോയിക്കൂടെ? അപ്പം എൻ്റെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഗവൺമെൻറ് സ്കൂളുകളിലെല്ലാം, അത് ഏത് ഗവൺമെൻറ് പഠിച്ചാലും ഞാൻ കോടതി പോലും ശരി, ഇത് ഞാൻ 6 മണി അല്ലെങ്കിൽ 6:30 മണി വരയ്ക്ക് ഓപ്പൺ ചെയ്ത് വെക്കാനുള്ള സിസ്റ്റം വെക്കും. ഓക്കെ, പിയോണിന് പോകണമെങ്കിൽ വെക്കോ. അതിൻ്റെ ഒരു കെയർടേക്കർ നമുക്ക് ആ സ്കൂളിൻ്റെ അടുത്ത് തന്നെ നമ്മൾ നോക്കിയൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. അപ്പോൾ അതിലെന്താണ് ഉണ്ടാകുന്നത്? എൻ്റെ അഡ്വാൻറ്റേജ്, എൻ്റെ ഒറ്റപ്പാലത്തുകാർ കുട്ടികളൊന്നും ഡ്രഗിൽ പോയി പെടില്ല. കാരണം ഈ കളിക്കാൻ സ്ഥലമില്ലാതെ താരാപേര നടക്കുന്ന കുട്ടികളാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അവൻ പൊതിയും കൊണ്ട് നടക്കും, അവനെന്നാളെ മുട്ടായി കഴിച്ചോ, അവൻ ഒരു ദിവസം മുട്ടായി കഴിച്ചു, പിറ്റേ ദിവസം ഞങ്ങൾ വരുന്നത് അങ്ങനെ ആ മുട്ടായി ഉണ്ടോ, കാരണം ഓൾറെഡി ഇവൻ്റെ കഴിച്ചാൽ ഭയങ്കര രസമാണ് കേട്ടോ. ചില അഡിക്ഷൻ വരികയാണ്. അങ്ങനെയാണ് ഇവർ ഡ്രഗിലോട്ട് കയറ്റിക്കൊണ്ടുപോകുന്നത്. അപ്പം എൻ്റെ ഇവിടുത്തെ അച്ഛനമ്മമാർക്ക് വിഷമിക്കാതിരിക്കണമെങ്കിൽ എൻ്റെ കുട്ടികൾ ഡ്രഗിലോട്ട് പോകാതിരിക്കണം. അതിന് നിങ്ങൾ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ക്ലാസ് കൊടുത്തോണ്ടൊന്നും ആവില്ല. യു എൻഗേജ് ദം ഇൻ എ ഡിഫറെൻറ്റ് മാനർ. അവരെ ഫിസിക്കലി എൻഗേജ് ആക്കി, അവർക്ക് കളിക്കുകയാണ് വേണ്ടത്. ആ കളിക്കാനുള്ള സ്ഥലം വാങ്ങിച്ചു കൊടുത്തേക്ക് അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുത്തേക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ക്ലീൻ ആക്കിയിട്ട് ഞാൻ കൊടുക്കുള്ളൂ. പിന്നീട് നിങ്ങൾ ഇവിടെ കണ്ടിട്ട് ശ്രദ്ധിച്ചോന്നറിയില്ല, ഇവിടെ ഹിന്ദു ടെമ്പിൾസ്, വളരെ പുരാതനമായിട്ടുള്ള ടെമ്പിൾസ് ഉണ്ട് ഇവിടെ, ആർക്കും അറിയാത്തത്. വല്ലപ്പോഴും വല്ലവരൊക്കെ നാട്ടുകാർ പോവും. പക്ഷെ അന്വേഷിച്ച് അതിൻ്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ആളുകൾ ആരൊക്കെയോ പറഞ്ഞിട്ടില്ല, ഞാൻ പലതും കണ്ടിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് ഇങ്ങനൊരു അമ്പലം ഉണ്ടെന്നത്. പോയി അന്വേഷിക്കും, കറക്റ്റാണ്. അതിൻ്റെ ഐതിഹ്യം 1000 കൊല്ലം 2000 കൊല്ലം 3000 കൊല്ലം ഉള്ളത് നമ്മളതിനെ ഒരു ടൂറിസ്റ്റ് മാപ്പിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടൂറിസം വിൽ ബി ഡെവലപ്ഡ്. ഹിയർ നോബഡി അണ്ടർസ്റ്റാൻഡ്സ്. ഈ ടൂറിസത്തിനകത്ത് നമ്മുടെ എക്കണോമി എത്രത്തോളം വളർത്താൻ പറ്റുമെന്നുള്ള ഒരു മനുഷ്യനും അറിയുന്നില്ല. ടൂറിസത്തിൽ എന്താണ്, ട്രെയിനിൽ ആൾ വന്നിറങ്ങി, ഇപ്പം 5 ടാക്സി ആണെങ്കിൽ ആളുകൾ കൂടുന്ന വരുന്നതൊക്കെ അവിടെ 10 ടാക്സിയായി. ഹോട്ടൽ അക്കോമഡേഷൻ കുറഞ്ഞു, അപ്പുറത്ത് വേറെ ഹോട്ടലുകാരൻ തുടക്കും, അല്ലെങ്കിൽ ചെറിയ ഹോട്ടലുകാരൊന്നും മോഡിഫൈ ചെയ്ത് എല്ലാവർക്കും ഇമ്പ്രൂവ്മെൻറ്റ് വരും. അപ്പം എന്തായി, റോഡുകൾ നമ്മൾ ക്ലീൻ ചെയ്ത് നീറ്റാക്കി വെക്കണം. അപ്പം ടൂറിസം ഡെവലപ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് എല്ലാവർക്കും ബെനിഫിറ്റാണ്. അപ്പോൾ അതിനകത്തൊരു സ്കോപ്പ് കിടപ്പുണ്ട്. പിന്നെ എൻ്റെ മനസ്സിലത്തെ ഒരു ഐഡിയ, സ്വപ്നം കാണുക എന്നുള്ളത് അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം റീസെൻ്റ്ലി ആ സമ്മിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വെച്ച് ആണ് നെക്സ്റ്റ് ഫ്യൂച്ചർ. നിങ്ങളുടെയൊക്കെ ന്യൂജൻ്റെ ഫ്യൂച്ചർ അതാണ്, മനസ്സിലായി? അപ്പോൾ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഇവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലായത്. അത് ഈവൻ രാഹുൽ ഗാന്ധി കാൺ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് വൈ ഹി സദ്യക്ക് ഞാൻ ദേഖാ हमने सब तोड़ फोड़ कर दिया हमारा यूथ कांग्रेस वाला. How can you say like this? When a summit is being conducted by, okay, BJP ആയതുകൊണ്ട് ഞാൻ മോദിയെ സപ്പോർട്ട് ചെയ്യാനല്ല, ഇന്റലക്ച്വൽ ലെവൽ നോക്കൂ. ഇന്റർനാഷണലി ദാറ്റ് സമ്മിറ്റ് വാസ് അപ്രീഷിയേറ്റഡ്. ലോകത്തിൽ ഇന്ത്യയിൽ ഇങ്ങനെ സമ്മിറ്റ് നടന്നു, ദാറ്റ് ഇസ് എ ഫാന്റാസ്റ്റിക് തിങ് എന്നുള്ളത് ലോകം അംഗീകരിക്കുന്നു. അവിടെ നമ്മൾ അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? പണ്ട് ഇതുപോലെ കമ്പ്യൂട്ടർ വന്നപ്പോൾ വലിച്ചെറിഞ്ഞതല്ലേ, ട്രാക്ടർ വന്നപ്പോൾ ഓടിച്ചതല്ലേ, അത് മാറും. അപ്പം എന്താണ്, ഞാൻ അതിനെ ഓൾറെഡി ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. എൻ്റെ ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ ഇപ്പോൾ ഡിഫൻസിന് വേണ്ടി കൊടുത്തു വെച്ചിട്ട് 120 ഏക്കർ എന്ന് പറഞ്ഞാണ്. അത് ഞാൻ എങ്ങനെയെങ്കിലും ഡിഫൻസിൻ്റെ എവിടെയാണെങ്കിലും ചെയ്ത് ആ ലാൻഡ് വാങ്ങിക്കുക, അല്ലെങ്കിലോ അതിന് സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇഫ് ഐ ക്യാൻ സ്റ്റാർട്ട് എ ഹബ് ഇൻ ഒറ്റപ്പാലം. അപ്പം ഇങ്ങനെയുള്ള ഓരോരോ പ്രോസ്പെരിറ്റിയാണ് ഞാൻ നോക്കുന്നത്. അല്ലാതെ ഞാൻ ഇപ്പം ഇത്രയും നേരം സംസാരിച്ചു, ആരെങ്കിലും ഞാൻ കുറ്റം പറഞ്ഞു? അവരത് കട്ടു ഇത് കട്ടു, എൻ്റെ വായനത് കേൾക്കില്ല. ലെറ്റ്സ് തിങ്ക് പോസിറ്റീവ്ലി, ദാറ്റ്സ് ഓൾ. ഇപ്പം ട്രെയിൻ 2-3 ട്രെയിൻ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിവിടെ സ്റ്റോപ്പ് ഇട്ട് കൊടുത്തത്, എല്ലാ ട്രെയിനൊന്നും സ്റ്റോപ്പ് ഇടാൻ പറ്റില്ല, 43 ട്രെയിനൊന്നും സ്റ്റോപ്പ് ഇടാം. കാരണം എക്സ്പ്രസ് എന്ന് പറയുന്നത് അത് എക്സ്പ്രസ്സാണ്, ചില സ്റ്റേഷനൊക്കെ വിടണം. പക്ഷെ 1-2 വണ്ടികൾ ഞാനിവിടെ നിർത്തിച്ചാൽ എൻ്റെ ഇവിടുന്ന് പാലക്കാട് പോകുന്ന പിള്ളേർക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഈ മോട്ടോർ ബൈക്കിൽ പോകാതെ അതിൽ കയറി പാസ്സാനത്ത് എവിടെയാണ് വേറെ ഒന്നല്ല സാർ. പല ഇന്റർവ്യൂസിലും പറഞ്ഞൊരു കാര്യം, 2021 അതുപോലെ 2024 ഇലക്ഷന് മത്സരിക്കാനായിട്ട് പലരും വിളിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴാണ് ഞാൻ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് സെറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പൊ അതിന് ഇപ്പോഴൊരു ഓക്കെ പറയാനുള്ള ഒരു കാരണം, ഒന്നാമത്തെ എനിക്ക് ഇത് ഇഷ്ടമല്ല. നിങ്ങളെ ജനാധിപത്യപരമായിട്ട് ഞാൻ സെലക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്നെ സാറേന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ സെലക്ട് ചെയ്ത കസേലയിൽ എത്തിയിട്ട് 56 വണ്ടി 560 പോലീസുകാരെയും കൊണ്ട് നടക്കുന്നത് ഞങ്ങളുടെ പണം കൊണ്ടാണ്. സോ അഹങ്കാരം കാണിക്കരുത്, അതാരായാലും ശരി. രണ്ടാമത് വേറൊന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഈ സേവനത്തിന് ഇറങ്ങുകയാണെങ്കിൽ ജനസേവനത്തിനാണ്. അപ്പോൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ ശമ്പളം വാങ്ങിക്കാൻ പാടില്ല. അതുകൂടെ ഞാൻ പറയും, എൻ്റെ ശമ്പളം എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 7 പഞ്ചായത്തിലെയും ആളുകളുടെ ഓരോ റെപ്രസെൻറ്റേറ്റീവ് വെച്ച് ഞാനൊരു ട്രസ്റ്റ് തുടങ്ങും. ആ ശമ്പളം ആ ട്രസ്റ്റ് കിടക്കും. വർഷത്തിന് ലാസ്റ്റ് ഈ 7 പഞ്ചായത്തിനും തീരുമാനിക്കാൻ ഏറ്റവും പാവപ്പെട്ട പെൺകുട്ടി ഏതാണെന്നുള്ളത്.
അവളെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള സെറ്റപ്പ് ഞാൻ ചെയ്യും. അത് എൻ്റെ ശമ്പളത്തിൽ നിന്നായിരിക്കും. സോ ഐ ഡോണ്ട് വോണ്ട് ദാറ്റ്. അല്ലെങ്കിൽ ഇതിന് പേഴ്സണലോ വണ്ടി ഉണ്ടെങ്കിൽ ദിക്ക് ഉണ്ടായിട്ട് പിന്നെ എന്തിനീ ശമ്പളം, എനിക്ക് പെൻഷൻ ഉണ്ടോ? സോ അപ്പം അതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല. അതായത് സർ പട്ടാളത്തിലുണ്ടായിരുന്നു, സ്വാഭാവികമായിട്ടും പട്ടാളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പട്ടാളക്കാരുണ്ട്, സ്വാഭാവികമായിട്ട് കുറെ ശത്രുക്കളെ നേരിടേണ്ടതായിട്ട് വരും. സിനിമയിലുണ്ടായിരുന്നു, സിനിമ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡ് തന്നെയാണ്. ഇപ്പൊ രാഷ്ട്രീയത്തില് അതിനകത്തും കുറെ എനിമീസ് ഉണ്ട്. ശരിക്കും ഇതിൽ ഏത് എനിമീസിനോട് പോരാടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത്? ബുദ്ധിമുട്ട് രാഷ്ട്രീയത്തിലാണ്. കാരണം ഇവർ മുമ്പിൽ വന്ന് ചിരിക്കും, പുറകുന്ന എപ്പോഴാണ് കുത്തുന്നില്ല. പട്ടാളത്തിലെങ്ങനെ മുമ്പിൽ അവൻ ശത്രുവാണെന്നുള്ളത് എനിക്കറിയാം, വെടിവെക്കാൻ കൊല്ല എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. പക്ഷെ ഇവിടെ എന്താ അറിയോ, ഈ ചിരിക്കുന്നവരെ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റൂല. പക്ഷെ അതിലും നല്ല സുഹൃത്തുക്കളുണ്ട് എനിക്ക്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നല്ല ചങ്കുകളുണ്ട് എൻ്റെ അടുത്ത്, കോൺഗ്രസിലുണ്ട് എൻ്റെ അടുത്ത്, BJP-യിൽ പിന്നെ നമ്മുടെ പാർട്ടി ആയതുകൊണ്ട്. പക്ഷെ അതല്ല, ഇവിടെ പലതും ചിലപ്പോൾ ഞാൻ what the hell, I don't want all this, let me go off. പക്ഷെ പിന്നെ ഇറങ്ങിയത് കൊണ്ട് ഇപ്പം ഒറ്റപ്പാലം എന്നുള്ളത് ലാസ്റ്റ് കിടന്നിരുന്നതാണ്. അതിനെ ഞാൻ സെക്കൻഡിലോ ഫസ്റ്റോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് വരാൻ പോകുന്നത് എനിക്കും എൻ്റെ കൂടെ ഈ വർക്ക് ചെയ്തിരുന്ന ചെറുപ്പക്കാർക്കും ആയിരിക്കും. കാരണം ഞാൻ ഏറ്റവും അധികം ഇപ്പോൾ സ്ട്രെസ് ചെയ്യുന്ന നോക്കുന്നത് ബൂത്ത് ലെവലിലുള്ള പാവങ്ങളെ. അവരാണ് ആക്ച്വൽ വർക്കേഴ്സ്. ഈ പോസ്റ്റ് ഒട്ടിക്കുന്ന എനിക്ക് വേണ്ടി ഒട്ടിക്കുന്ന രാത്രിക്കാണ് ഫോട്ടോസ് കാണുന്നവർ എനിക്ക് പാവം തോന്നും. എന്തിനാണ് ഇവർ എനിക്ക് വേണ്ടി എൻ്റെ ഫോട്ടോ ഒട്ടിച്ചുകൊണ്ട് രാത്രി നടക്കുന്നത്? അപ്പോഴൊക്കെ ഞാൻ ഗ്രൂപ്പിലിടും, മക്കളെ എല്ലാം ഓക്കെ, റോഡിലൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ സൂക്ഷിക്കുക, വണ്ടികൾ വരുന്നതെല്ലാം സൂക്ഷിക്കണം, നമുക്ക് ടെൻഷനാണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ച് MLA ആയി കഴിഞ്ഞാൽ ഐ ബി ദെയർ റെപ്രസെൻറ്റേറ്റീവ്. അവരുടെ ബൂത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ദാറ്റ് ബി മൈ പ്രയോറിറ്റി. പറയാണ് ഈ രാഷ്ട്രീയക്കാരുടെ ഭാഷ പലപ്പോഴും അതേ വിടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചെറ്റ പ്രയോഗം, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ശരിക്കും രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ അത് ഏത് മുന്നണി ആയിക്കോട്ടെ കുറച്ചും കൂടെ അവരൊന്ന് ശ്രദ്ധിക്കേണ്ടതല്ലേ? ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ഈ അഹങ്കാരം കാണിക്കുന്നു. ഇപ്പം ചർച്ചയ്ക്ക് വരുന്നൊരുത്തൻ അച്ഛൻ അമ്മ എന്ന് പറഞ്ഞാൽ ആ വേറെ ലാംഗ്വേജിലൊക്കെ സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്ത് ഇവരൊക്കെ സംസ്കാരം അതാണെന്നുള്ളത് ജനങ്ങളിപ്പോൾ മനസ്സിലാക്കി. അത് ഏത് പാർട്ടിയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവരൊക്കെ ഈ പാർലമെൻറ്റേറിയൻ ആ ഒരു കോളത്തിലാണ് നിൽക്കുന്നത്. സോ ദേ ആർ സപ്പോസ് ടു യൂസ് ദ പാർലമെൻ്ററി ലാംഗ്വേജ്. വാട്ട് ഈസ് പാർലമെൻ്ററി ലാംഗ്വേജ്? ഈവൻ നോൺസെൻസ് എന്നുള്ള വേർഡ് പോലും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞതാണ് സ്പീക്കർ. നിരന്തരമായി പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് കേരളത്തിന് ആവശ്യമുള്ള ഒന്നും കേന്ദ്രം തരുന്നില്ല എന്ന്. അപ്പോൾ ഈ ഏറ്റവും അവസാനം നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കടലാമ ഗവേഷണ കേന്ദ്രം, അപ്പോൾ കേരളത്തിന് വലിയ ആമ മുട്ട കിട്ടിയെന്നൊക്കെ പറഞ്ഞ് വൻ ട്രോളായിരുന്നു, നമ്മളൊക്കെ അത് കണ്ടതാണ്. അപ്പൊ സാറിന് എന്താ തോന്നുന്നത്, ഈ കേരളം ആവശ്യപ്പെടാത്തത് കൊണ്ടാണോ അതോ കേന്ദ്രം കൊടുക്കാത്തതുകൊണ്ടാണോ? കൊടുക്കുന്ന വിഹിതം ഇവരെടുത്ത് പുട്ടടിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് നിർമ്മലാ സീതാരാമൻ ബജറ്റ് അടക്കം പറഞ്ഞല്ലേ. പിന്നെ കൊടുക്കാത്തത് നിങ്ങൾക്ക് 400 കോടി രൂപ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓഡിറ്റ് ഉണ്ട്, എങ്ങനെ ചിലവാക്കി, എന്ത് ചിലവാക്കി, അത് കഴിഞ്ഞാലും നമ്മൾ ഏത് കമ്പനിയിലും പിന്നീടുള്ള റിന്യൂവൽ ചെയ്യുള്ളൂ. അത് നിങ്ങൾ കൊടുക്കില്ലെങ്കിൽ കൊടുക്കാൻ നിങ്ങളുടെ കണക്കില്ല, അപ്പോൾ നിങ്ങൾ കൊടുക്കില്ല, അപ്പോൾ ഒരു തരില്ല, ഡിലേ ചെയ്യും. സാർ ഇപ്പൊ ഈ ആമമുട്ട കാര്യം പറഞ്ഞപ്പോ പോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം വയനാട് വെച്ചാൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ്. അപ്പൊ അതിന് പോലും കേന്ദ്രത്തിന്റെ ഒരു സഹായം എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ സാറിന്റെ മറുപടി എന്താ? നമ്മുടെ നൈസമോളൊക്കെ വന്ന് പ്രധാനമന്ത്രി താലോലിച്ചിട്ട് പോയതാണ്. ആ ദൃശ്യങ്ങൾ വളരെയധികം കണ്ടതാണ്. കേന്ദ്രം പൈസ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം കേന്ദ്രത്തിൻ്റെ വിഹിതമായിട്ടുള്ളത് കൊടുക്കേണ്ടത് അവർ കൊടുത്തിട്ടുണ്ട്, ഗവൺമെൻറ് കിട്ടിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. പ്രാക്ടിക്കലി ഞാനെന്ന വ്യക്തി മോഹൻലാലിൻ്റെ കൂടെ പോയി 2 കോടി രൂപ അവിടെ അനൗൺസ് ചെയ്തതാണ്. ഓക്കെ, ഇപ്പം ചിലർ എൻ്റെ അടുത്ത് ഈ ഇലക്ഷൻ്റെ സമയത്തേക്ക് ഇയാൾ 2 കോടി അനൗൺസ് ചെയ്ത് പോകുന്നില്ല, എവിടെ പോയെന്ന് വെച്ചു ചോദിക്കാം നിങ്ങൾക്ക്. ഞങ്ങളിന്നും ആ 2 കോടി ഞങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുകയാണത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ കാണാത്ത മന്ത്രിമാരില്ല, ഈ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാരില്ല. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് സ്ഥലം തരൂ. കാരണം നമുക്ക് സ്ഥലം വാങ്ങിക്കാൻ പറ്റില്ല. നമ്മൾ സ്ഥലം വാങ്ങിച്ചിട്ട് നാളെ ഈ വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കർഷകാലത്തിന് അവിടെ മണ്ണിടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഞങ്ങളുടെ തലയിൽ വരും. അപ്പോൾ ഞങ്ങൾ നിങ്ങൾ എക്കോളജിക്കലി സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്ഥലം ഗവൺമെൻറ് ഞങ്ങൾക്ക് തരാൻ പറഞ്ഞു. ഇതുവരെ തന്നിട്ടില്ല, ഇതുവരെ. അപ്പോഴും ഞങ്ങൾ ചോദിച്ചതിന് മറുപടി ലഭിച്ചിട്ടില്ല. വരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളിത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിനെപ്പോലും യൂസ് ചെയ്യാതെ കേന്ദ്രം കൊടുത്തിട്ടുള്ള ഫണ്ടുകളെ മുഴുവൻ മിസ്യൂസ് ചെയ്തതിന് ശേഷം ഇപ്പോഴാണ് നിങ്ങൾ വീട് കിട്ടിയെന്ന് പറഞ്ഞ ഇലക്ഷന് മുന്നേ 409 വീടിന്റെ താക്കോൽദാനൊക്കെ പടപടാന്ന് ചെയ്യുന്നത്. മിസ്യൂസ് ചെയ്തെന്ന് സാറിന് തോന്നിയത് ഏതായിരുന്നു? മിസ്യൂസ് ചെയ്തെന്ന് സാറിന് തോന്നിയത് ഏതായിരുന്നു? ഇതെങ്ങനെയാണെന്ന് ഈ ഫണ്ട് വരുന്ന സമയത്ത് വെൻ ഇറ്റ് കംസ് ടു ദ ഖജനാവിൽ വരുന്ന സമയത്ത് എത്ര രൂപ വയനാട്ടിനുള്ളത് അത് ഇവരാണ് അനലൈസേഷൻ ചെയ്തിട്ട് എമൗണ്ട് കൊടുക്കും. ഇവരിവിടുന്ന് കൊടുത്ത എത്രയായിരുന്നു? 2400 കോടി രൂപ എന്നുള്ളത്. ദാറ്റ്സ് ആൻ എക്സാജറേറ്റഡ് റേറ്റ്. വെൻ ദാറ്റ് ഗോസ് അവിടെ ഓഡിറ്റ് നടക്കും, എന്തെല്ലാം നടന്നു എന്നിട്ട് നമുക്ക് ഒരാൾക്കും ഒരാളെയും ചീറ്റ് ചെയ്യാൻ പറ്റില്ല.
ഇതിൻ്റെയൊക്കെ ഓഡിറ്റ് നടക്കുന്ന സമയത്ത് അവർ പറഞ്ഞു ഓക്കെ ദിസ് ക്യാൻ ബി റിന്യൂഡ് വിത്ത് 1100 crores എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീതം കൊടുത്ത് അവരില്ല ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ല, പൈസ വന്നിട്ടുണ്ട് ഇല്ല എന്നുള്ള ഒരു പ്രൂവ് ചെയ്യട്ടെ. എന്തിനെ എന്നിട്ട് അതിൻ്റെ ഓഡിറ്റ് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കില്ല. കാരണം എന്താണ്? വീട് വെച്ചു കൊടുക്കുന്നില്ല. MLA ആയിട്ട് വരികയാണെങ്കിൽ ഒരു എന്താ പറയുക കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ അതായത് നമ്മുടെ ഒരു മേജർ രവി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചിട്ടാളക്കാരന് ചട്ടക്കൂടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സീരിയസ് ആവും MLA. ഇല്ല ഞാൻ കുട്ടികളുടെ കാര്യം പറഞ്ഞില്ലേ, ഈ കളിസ്ഥലങ്ങളിൽ കൂടെ ഞാൻ ഈ കുട്ടികൾക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കും. കാരണം കൃത്യം 6:30 മണിക്കത് അവരിൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കാൻ പറ്റും. അവിടെയുള്ള ആളുകളെ കൊണ്ട് പറയും ഇന്നവനാണ്, അത് ഒരു ദിവസം തീരുമാനിച്ച് ചാവി തുറക്കുന്നതും അടയ്ക്കുന്നതും മറ്റതിൻ്റെ കടയിൽ കൊണ്ട് കൊടുക്കുന്നതും ഈ കുട്ടിയായിരിക്കും. അവൻ ആ റെസ്പോൺസിബിലിറ്റി വരും, സമയത്തിൻ്റെ വില മനസ്സിലാവും. 6:30 കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ പോകണം എന്നുള്ളതാവും. കാരണം 6:30-ക്കെല്ലാം അടച്ചു പൂട്ടാനുള്ള ഓർഡർ നമ്മൾ കൊടുത്ത് അപ്പോൾ നമ്മൾ കുട്ടികളെ തന്നെ മോൾഡ് ചെയ്യണം. എനിക്കിപ്പോൾ വയസ്സമാനം മോൾഡ് ചെയ്യാൻ പറ്റില്ല, അവരതാണ് അതില്ല. അതിപ്പോഴും കൂടെ മീറ്റിങ്ങിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ എത്തുമ്പോഴത്തേക്കും എന്തെങ്കിലും കാരണം കാണും. പക്ഷെ ആ കുട്ടികളിൽ നമ്മൾ ഈ ഡിസിപ്ലിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ ഓൾറെഡി അക്കാഡമീസ് റൺ ചെയ്യുന്നു, മേജർ എക്സൈസ് അക്കാഡമി. ആ കുട്ടികളുടെ ഡിസിപ്ലിൻ നിങ്ങൾ നോക്കും. സാറിന് പല ഇന്റർവ്യൂകളിലും കണ്ടതാണ്. അങ്ങനെ ഭയങ്കരമായ രാജസ്നേഹം കൊണ്ടൊന്നും ഞാൻ പട്ടാളത്തിൽ ചേർന്ന ആളല്ല. അപ്പോ ഇന്നത്തെ തലമുറയോട് സാറിന് എന്താണ് പറയാനുള്ളത്? അത് രാജസ്നേഹം മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇന്നത്തെ യുവാക്കൾ എങ്ങനെ വളർന്നു വരണം എന്നുള്ളതാണ് സാറിന്റെ ഒരു ആഗ്രഹം. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം നിങ്ങൾ ആ ഡിസിപ്ലിൻ, അച്ഛനമ്മമായിട്ടുള്ള ബഹുമാനം, മാതാപിതാക്കളോടുള്ള ബഹുമാനത്തിൻ്റെ കൂടെ തന്നെ അധ്യാപകരെ റെസ്പെക്ട് ചെയ്യുക. അല്ലാതെ അധ്യാപകൻ്റെ കരണത്തടിക്കുന്നതും റിട്ടയർമെൻറ്റ് പോകുന്ന പ്രിൻസിപ്പളിൻ്റെ ശവകുടീരം കെട്ടിയിട്ട് പറഞ്ഞയക്കുന്നു, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ പാലക്കാട് പറയും കുരുത്തം കെട്ടോന്ന് അറിയില്ല. ആ ഒരു ലെവലിലാണ് ഞങ്ങളുടെ പച്ചക്കുള്ള ലാംഗ്വേജാണത്. അതൊരു കുരുത്തം കെട്ടോനാണ്, അല്ലെങ്കിൽ അത് കുരുത്തം കെട്ടോളാന്ന് പറയും. അപ്പം ആ കുരുത്തക്കേടില്ലാത്ത കുട്ടികളായിരിക്കണം. കുരുത്തല്ലാത്ത ആക്ച്വലി കുരുത്താണ്, പക്ഷെ ഞങ്ങൾ പറയുമ്പോൾ കുരുത്തം എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെല്ലാം നമുക്ക് വേണ്ടത്. ആ നമുക്കുണ്ടോ ഒരു ഇന്ത്യൻ ഒരു സംസ്കാരം എന്ന് പറയുന്നത്. വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ഇറ്റ്. മോഹൻലാലിന് നമുക്ക് ഉടനെ എങ്ങാനും വീണ്ടും ഒരു സൈനിക വേഷത്തിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ അത് കൊണ്ടുവരും. അത് വേണ്ടാന്ന് പറഞ്ഞാൽ അത് നടക്കാതിരിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ശ്രമിക്കണം. അതൊക്കെ വിട്ടേക്ക്. അതിലും വലിയൊരു സർപ്രൈസുകളൊക്കെ വരാൻ പോകുന്നുണ്ട്. ഈ ഇലക്ഷൻ കഴിയട്ടെ. വലിയ സർപ്രൈസ് ആയിരിക്കും. സിനിമയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, നമ്മൾ പല സിനിമകളിലും കണ്ടതാണ് കേന്ദ്രത്തിന് ഈ സെൻസർ ബോർഡിന്റെ ഒരു കട്ട്. സെൻസർ ബോർഡ് അത്തരത്തിലൊരു കട്ട് ചെയ്യുന്നതിൽ ഇല്ല, എനിക്ക് സെൻസർ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസർ ബോർഡ് എന്നുള്ളൊരു സംഭവം പലപ്പോഴും നമ്മൾ ഈ വയലൻസിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു ഒരു ഉപാധിയാണത്. അത് ചിലതിന് ഇല്ല, ചിലതിനുണ്ട്. അതെനിക്ക് താല്പര്യമില്ല. എല്ലാവിധ ഹൃദയത്തിൽ നിന്നാണോ? അപ്പൊ നിങ്ങളൊക്കെ നിങ്ങളെല്ലാം നിങ്ങൾ വോട്ടർ പട്ടികയിൽ നിന്ന് അവിടെ നിന്നൊക്കെ പേര് മാറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് താമരയ്ക്ക് വോട്ട് ചെയ്യും. സാറിന്റെ ശബ്ദം ഞങ്ങൾ സഭയിൽ കേൾക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ എല്ലാ ആശംസകളും യൂത്തിന്റെ ശബ്ദമാകാനും സാധിക്കട്ടെ. ഓൾവേസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. താങ്ക്സ് ഫോർ ഓൾ ദ സപ്പോർട്ട്. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.